മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നാം പറയാൻ പോകുന്നത് മെയ് മാസത്തിൽ കർമ്മരംഗത്തിലൂടെ സാധാരണയിൽ കവിഞ്ഞ ധനലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 രാശിക്കാരെ കുറിച്ചാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധന് മെയ് മാസത്തിൽ 2 തവണ രാശിമാറ്റം സംഭവിക്കുന്നു. മെയ് 10 മേടം രാശിയിൽ പ്രവേശിച്ച് 21 ദിവസം ഈ രാശിയിൽ നിന്നതിന് ശേഷം മെയ് 31 തീയതി ഇടവം രാശിയിലേക്ക് മാറുന്നു. ഒരു മാസം തന്നെ 2 രാശിമാറ്റം നടക്കുകയും ചെയ്യുന്നു. ഈ രാശിമാറ്റം ഇനി പറയുന്ന 3 രാശിക്കാർക്ക് പലവിധ മാറ്റങ്ങളെ കൊടുക്കുന്നതാണ്. ആദ്യമായി മേടം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ ഈ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്നു. മെയ് 10 മുതൽ 30 തീയതി വരെ 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കർമ്മഭാവത്തിലും ശാരീരികമായ അവസ്ഥയിലും വളരെയധികം പുഷ്ടി നൽകുകയും സന്തോഷവും സമാധാനവും നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് 31 തീയതി ധനസ്ഥാനത്തേക്ക് മാറുന്ന ബുധൻ വളരെയേറെ ധന സമ്പാദിക്കാനുള്ള അവസരങ്ങളും പ്രദാനം ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ രാശിക്കാർക്ക് ഈ സമയം വളരെയേറെ ധനാഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. അടുത്തതായി കർക്കിടക രാശിക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം അനുകൂല ഫലത്തെ കൊടുക്കുന്നു. ഇവർക്ക് കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായാണ് ബുധൻ വന്നു ചേരുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് വരുമാന വർധനവ് ഉണ്ടാവുകയും ഈ സമയം സൗഭാഗ്യം തേടി വരുന്നതുമാണ്. വ്യവസായികൾക്കും വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. പല സ്രോതസ്സുകളിൽ നിന്നും ധനലാഭം വന്നു ചേരുന്നതാണ്. പൊതുവെ ഈ സമയം ഇവർക്ക് ധനസമ്പാദനത്തിനുള്ള ഒരു ഘട്ടം കൂടിയാണ്. അടുത്തത് ചിങ്ങം രാശിക്കാർക്കാണ്. ഈ മെയ് മാസത്തിലെ ബുധൻ്റെ മാറ്റം അനുകൂല ഫലങ്ങൾ നൽകുന്നത്. 10 തീയതി മുതൽ 30 തീയതി വരെ ബുധൻ ഭാഗ്യസ്ഥാനത്തും തുടർന്ന് 31 തീയതി മുതൽ കർമ്മഭാവത്തിലുമാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ആയതിനാൽ ഈ രാശിക്കാർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം നേടാൻ ഭാഗ്യം തുണയ്ക്കുന്നതാണ്. ഭാഗ്യാനുഭവം വർദ്ധിക്കുന്നതും അതുപോലെ ജോലിയിൽ മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവ ലഭിക്കുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് തീർച്ചയായും നടത്താൻ കഴിയും. അതുപോലെ കർമ്മ മേഖലയിൽ കൂടി ധനവർദ്ധനവും ലഭിക്കുന്നതാണ്. മറ്റ് ഗ്രഹങ്ങൾ മോശസ്ഥാനത്താണെങ്കിൽ പോലും ഈ ബുധൻ്റെ മാറ്റങ്ങൾ ഗുണഫലത്തെ തീർച്ചയായും നൽകുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ബുധനെ പ്രസാദിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭം.